വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപിയുടെയും 50,000 രൂപ, മോഹൻലാലിൻ്റെയും 50,000 രൂപ, മമ്മൂട്ടിയുടെ 50,000 രൂപ, ഈ 1.5 ലക്ഷം രൂപ അടിച്ചു വാങ്ങിച്ച് കൊണ്ട് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിച്ച ദിവസമാണ്. തീർന്നു, അതിൻ്റെ കാറ്റ് പോയി. എല്ലാവർക്കും അതിന് ഇപ്പോൾ ഇവിടെ വന്നത് എന്താണെന്നില്ല, ഞാൻ എന്ത് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വ്യക്തിപരമായി വേദനയുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന്, അന്ന് അമ്മയിൽ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ ആരും തയ്യാറല്ല, ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പിള രാജുവും ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി BTH താമസിച്ചു, കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു. എല്ലാവരുടെയും മാമുക്കോയെ അടക്കം ഇവിടെ എല്ലാം ഇന്നസെന്റ് അടക്കമുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് ചേർക്കിയത്. അങ്ങനെ ഉണ്ടാക്കിയൊരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ചാൽ അത് ശിഥിലമാണ്, ഒരു സംശയവും വേണ്ട. അതിന്റെ കാറ്റ് പോയി. ഇപ്പൊ നമുക്ക് അംഗങ്ങളായിട്ടുള്ളവരുടെ എല്ലാവരും കൊണ്ട് നിങ്ങൾക്കറിയാം, നമ്മളിതിന്റെ കാറ്റ് പോയി. അത് നശിപ്പിക്കണമെന്ന് കുറെ ആളുകൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട്. കാരണം എന്താ പറയുക, 150 ആളുകൾക്ക്, അല്ലെ കൃഷ്ണകുമാർ എത്ര പേര്, 157, 130 പേർക്ക് മാസം 5,000 രൂപ വെച്ച് കൈനീട്ടമായി. ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പഴയ നടീനടന്മാരുണ്ട്. അവരോടാണ് ഈ ദ്രോഹം, ഇതിനെ തകർത്തുകൊണ്ട് മീഡിയകളും അതിന്റെ കൂടെ നിന്നവരും ചെയ്തതെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട്, വളരെ വേദനയുണ്ട്. കാരണം 5,000 രൂപ കൊടുക്കുന്ന മാത്രമല്ല, എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ്. ഇവർക്കെല്ലാം എത്ര ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കുന്നറിയാം. ഇത് വളരെ നിസ്സാരമല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതലുള്ള. ഞാൻ സുരേഷിനോട് പറഞ്ഞു കൊടുക്കായിരുന്നു. കാരണം ഒരു വർഷം, ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു 4 കോടി 5 കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നടത്തിക്കൊണ്ടുപോകാം. കാരണം 130 പേർക്ക് 5,000 രൂപ വെച്ച് കൊടുക്കണം. ഇത് കൂടാതെ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കണം. ഈ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ പറഞ്ഞാൽ പെട്ടെന്ന് പോയി പഠിച്ചു കൊടുത്ത് സഹായിക്കണം. ഇനി ആരുണ്ട്? മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഇതിനെ ആർക്കും നയിക്കാനൊക്കില്ല, ഞാൻ ഉറപ്പിച്ചു പറയാണ്. കാരണം ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും മലയാള മനോരമയുടെ ചാനലുമായിട്ട് ചേർന്ന് ഒരു നല്ല പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാമിന് കിട്ടിയ പൈസ ഈ അമ്മയ്ക്ക് മുതൽ കൂട്ടി. കാണുമ്പോൾ രസമാണ്, ഒരു സംഘടന തകർന്നല്ലോ, സന്തോഷിക്കാൻ. കുറച്ച് കഴിയുമ്പോൾ തകർന്നു എന്നറിയുമ്പോഴത്തേക്ക് അയ്യോ ഇനി എന്നെ ആരാ രക്ഷിക്കുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ പല ചോദ്യങ്ങൾ നമുക്കുണ്ട്. അതൊന്നും അവിടെ പറയേണ്ടെന്ന് വെച്ചാൽ ഞാൻ അവരോട് സംസാരിച്ചില്ല, പിണക്കമുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ അതിൽ അഭിപ്രായം പറഞ്ഞു. പക്ഷേ വ്യക്തിപരമായി ഈ ഒരു ചെറിയ സദസ്സിൽ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടായ ദിവസമാണ്. ഞാൻ കൊല്ലത്ത് വരുമ്പോഴാണ് ഞാൻ മോഹൻലാലുമായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞു മോനെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ആവട്ടെ ചേട്ടാന്ന് ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ അദ്ദേഹത്തെ പോലൊരു മഹാനടനെ ഇതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല, അത് മോശമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുതന്നെയാണ് 2-3 ദിവസങ്ങൾക്ക് സൂചിപ്പിച്ചത്. പക്ഷേ എങ്കിലും അതിന്റെ പുറകെ അതിനെ ആ ഒരു പ്രസ്ഥാനത്തെ, ഞാൻ പറയുന്ന ഇവർ പറയുന്ന ആര് ഇതിന്റെ പ്രസിഡന്റായിട്ട് വന്നാലും ദിനേശ് പണിക്കർക്ക് അറിയാം, ഇത് നിലനിർത്താൻ പറ്റില്ല. മമ്മൂട്ടി മോഹൻലാൽ ഇന്നസെന്റ് നന്നായി നടത്തി. അപ്പൊ ഇന്നസെന്റിന് ഇടവും വലവും മമ്മൂട്ടി മോഹൻലാൽ നിൽക്കുവായിരുന്നു. ഈ ഒരു പുതിയ ജനറേഷൻ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് വരുന്നതെന്നും ഒക്കെ നിങ്ങൾ കണ്ടോളുക. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയാവുന്ന കാര്യമുള്ളൂ. ഇത് സാധാരണക്കാരെ ഏത് ആൾക്കും അത് മനസ്സിലാകും. അത് സമൂഹത്തിനും ഒരുപാട് നന്മ ചെയ്തൊരു സംഘടനയായിരുന്നു. ഇനി അതെങ്ങനെ എന്നുള്ള കാര്യം ദൈവം തമ്പുരാന് മാത്രമേ പറയാൻ പറ്റൂ.